ഹാരിസ് രാജാണ്. ഇപ്പോൾ സൗദിയിലെ ഒരു കമ്പനിയിലെ പ്രൊഡക്ഷൻ മാനേജറായിരുന്നു ലാസ്റ്റ് വരുമ്പോൾ. എന്തായാലും ഞാൻ അവിടുന്ന് ഒരു പുസ്തകം എഴുതി, സത്യവേദസാരങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ആ പുസ്തകം ഒരു 4.5 വർഷം എടുത്തു അത് എഴുതാൻ വേണ്ടി. അതിനുവേണ്ടി ആ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു. ഇപ്പോൾ ഇത് പബ്ലിഷ് ചെയ്തിട്ട് 1 വർഷമായി. അപ്പോൾ അധികം ജനങ്ങളിലേക്ക് ഇത് എത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കന്യാകുമാരിയിലെ ത്രിവേണി സംഗമം, അവിടെ നിന്നാണ് നമ്മൾ ഈ യാത്ര. ഈ വണ്ടി സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണോ? ഞാനൊരു സുഹൃത്തിൻ്റെ സാധാരണ ഈ ഇങ്ങനെ യാത്ര നടത്തപ്പെടുത്തേക്ക് അതിനകത്ത് നമ്മുടെ യൂട്യൂബ് ലിങ്കും ഫേസ്ബുക്ക് ലിങ്കും ഒക്കെ കൊടുത്തിട്ടാണ് സാധാരണ ആൾക്കാർ യാത്ര നടത്താറുള്ളത്. തീർത്തും വ്യത്യസ്തമായിട്ട് നിങ്ങൾ ഇതൊന്നും ഇതിനകത്ത് വച്ചിട്ടില്ല. ഒന്നും ചെയ്യും. അപ്പം അങ്ങനെ ഒരു വരുമാനമോ ഇതൊരു വരുമാനത്തിന് വേണ്ടിയിട്ടല്ല. വരുമാനം ആയിരുന്നെങ്കിൽ നമുക്ക് പുസ്തകം സെയിൽ ചെയ്തുകൊണ്ട് വരായിരുന്നു. ഇത് കാണുമ്പോൾ ആളുകൾ പുസ്തകം വേണമെന്ന് പറയാറുണ്ട്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ നമുക്ക് വിറ്റുകൊണ്ട് പൈസ ഉണ്ടാക്കിക്കൊണ്ട് വരാം. അപ്പോൾ ഇതൊരു വരുമാന മാർഗം ആയിട്ടല്ല ഇത് ഉദ്ദേശിക്കുന്നത്. ഇത് ശരിക്കും ഇതിൻ്റെ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം തന്നെയാണ് ഈ യാത്രയുടെ പിന്നിൽ. വണ്ടി ഒന്ന് കാണാൻ പറ്റുമോ? വണ്ടിയുടെ ഇപ്പൊ 1 വർക്ക്ഷോപ്പിലാണ് എന്നറിയാം. ഇപ്പൊ എന്താ പറ്റും ശരിക്കും? ഇതാണ് വണ്ടി. ഇത് ഒരു 6 അടി ഹൈറ്റ് ഉണ്ട്. സോളാർ പാനലാണ്. ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് സൗണ്ട് സിസ്റ്റം ഉണ്ട്. ഇതിന് വേണമെങ്കിൽ ഇതിനകത്ത് ലൈറ്റ് ഉണ്ട്. അതുപോലെ പുറത്തുള്ള ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇടാൻ പറ്റും. രാത്രിക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ ലൈറ്റ് ഇടാറുണ്ട് ജോലിക്കാരൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ അകത്ത് ഈ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചാൽ നമുക്ക് അകത്ത് കിടക്കുകയും ചെയ്യാം. അതിനകത്ത് ലൈറ്റ് ഫാനും ഒക്കെ ഉണ്ട്. അതായത് DC ഫാനാണ്. ഇതേപോലെ ആ ഫാൻ തിരിയും. അതുപോലെ ഇതിനകത്തും ലൈറ്റ് ഉണ്ട്. വേണമെങ്കിൽ കാല് മാത്രം പുറത്തേക്ക് വരും. അങ്ങനെ കിടന്നുറങ്ങുകയും ചെയ്യാം. ഡോർ തുറന്നിട്ട് കിടക്കണമെന്ന് മാത്രം. ഇപ്പൊ ശരിക്കും എന്താ സംഭവിച്ചത്? പ്രശ്നം എന്തായിരുന്നു? ഇപ്പൊ വീല് ഈ വീലായിരുന്നു. അതായത് ഇത് നൈലോണിന്റെ വീലാണ്. നൈലോണിന്റെ വീലിന് ഇത് ഡയമീറ്റർ കുറവാണ്. അതുകൊണ്ട് ചെറിയൊരു കല്ല് നിറഞ്ഞാൽ പോലും നിൽക്കും. അപ്പോൾ നമ്മുടെ റോഡിൽ ധാരാളം കുഴികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നും. നല്ല റോഡാണെങ്കിൽ ഈ വീലിനേക്കാളും സ്പീഡിൽ ഇത് പോകും. പക്ഷേ ഇപ്പോൾ അത് മാറ്റാന്ന് കരുതും. ഒരു സാധാരണ സ്കൂട്ടറിൻ്റെ ഒക്കെ വീലാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. ഉദ്ദേശം എന്ത് ഭാരം ഉണ്ടാവും വണ്ടിക്ക്? ഇപ്പോൾ മുൻപ് 200 കിലോ ആയിരുന്നു. ഇപ്പോൾ ഈ വീലൊക്കെ വരുമ്പോൾ ഒരു 250 മുകളിൽ വരും. ഈ 250 കിലോ നമ്മൾ മാൻ പവർ ഉപയോഗിച്ചിട്ട് കൊണ്ടുപോകാനുള്ളത്? വേറെ ഒന്നുമില്ല. വേറെ ഒരു ഇതുമില്ല. നമുക്ക് ആ ബുക്ക് ഒന്ന് കാണാൻ പറ്റുമോ? ബുക്ക് കാണാം. ഇതാണ് ബുക്ക്. നമ്മൾ ഇതുപോലെ ഓരോ പേജുകളും വരുന്ന ആളുകൾക്കൊക്കെ ഓരോ പേജുകൾ കൊടുത്തുകൊണ്ടാണ് യാത്ര. അപ്പോൾ ഇതിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ബുക്ക് ഓൺലൈനിലായിട്ട് കിട്ടുകയും ചെയ്യും. ഇത് 2 തരത്തിലുള്ള ബുക്കുണ്ട്. 200 പേജുള്ളതും 1008 പേജുള്ളതും. അപ്പോൾ ഇത് വാങ്ങാൻ പെട്ടെന്നൊരു ബുക്കിനെ പറ്റി ഒന്ന് അറിയണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ 200 പേജുള്ള ബുക്ക് വാങ്ങാം. കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ മൊത്തമാണ്. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ബൈബിളും ഗീതയും അതിങ്ങനെ ഉണ്ടാവുക. ഓരോ പേജിലും ഇത് ഭഗവത്ഗീത, ഇത് ബൈബിള്, ഇത് പ്രവാചകവചനം, ഇത് ഖുർആൻ, പിന്നെ ഗീത, പ്രവാചകവചനം, അങ്ങനെയാണ് വരുന്നത്. ആദ്യം വന്നത് ഭഗവത്ഗീതയാണല്ലോ, അതിനുശേഷം ബൈബിള്, അതിനുശേഷം ഖുർആൻ. അതേ ഓർഡറിൽ തന്നെയാണ് ഈ ബുക്കിലുള്ളത്. അതായത് ആദ്യം ഗീത വരും, പിന്നെ ബൈബിള് വരും, പിന്നെ ഖുർആൻ വരും. സാധാരണ ജനങ്ങൾ, ഏറ്റവും പാവപ്പെട്ട ജനങ്ങൾ, ഏറ്റവും സാധാരണ ജനങ്ങൾ എപ്പോഴും സൗഹാർദ്ദമാണ് ആഗ്രഹിക്കുന്നത്. അവരാരും യുദ്ധമോ അല്ലെങ്കിൽ ഒരു ലഹളയോ അതിലൂടെ കുറേ ആളുകളുടെ മരണമോ ആഗ്രഹിക്കാത്ത ആളുകളാണ്. പിന്നെ ഈ മതസ്പർദ്ധ ഉണ്ടാക്കുന്നതുകൊണ്ട് ലാഭം ഉണ്ടാക്കുന്ന ചില മതക്കാരുണ്ട്. അപ്പോൾ അവർ ഇതിനെ എതിർപ്പായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും ലാഭം ഉണ്ടാവുമായിരിക്കും, അതറിയില്ല. അങ്ങനെ അതല്ലാത്ത ബാക്കി എല്ലാവരും ഇതിന് സപ്പോർട്ടാണ്. ശരിക്കും ഈ അയോധ്യയുടെയൊക്കെ സംഭവം നടക്കാൻ പോകുന്ന ഈ സമയത്ത് യാത്രയ്ക്ക് വളരെ വാർത്താ പ്രാധാന്യമുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണികളോ അല്ലെങ്കിൽ ആ തരത്തിൽ എന്തെങ്കിലും ഇതുവരെ നേരിടേണ്ടതുണ്ടോ? ഇതുവരെ അങ്ങനെ ഭീഷണിയൊന്നുമില്ല. ഭീഷണി ഉണ്ടാവാതിരിക്കാൻ കാരണം ഇതിൽ എല്ലാ മതങ്ങളും ഉണ്ട്. ഇതിൽ ബൈബിളുണ്ട്, ഖുർആനുണ്ട്, ഗീതയുണ്ട്. പിന്നെ ആരാ ഭീഷണിപ്പെടുത്താനുള്ളത്? എല്ലാവരെയും ഒരേപോലെ കണ്ട് ഏതെങ്കിലും ഒരു മതത്തിനെ താഴ്ത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിനെ ഉയർത്തി കാണിക്കുകയോ ചെയ്തിട്ടില്ല. എല്ലാ മതങ്ങളിൽ നിന്നുള്ള പോസിറ്റീവായ ഇനി വരാൻ പോണ തലമുറയ്ക്ക് ആവശ്യമുള്ള കുറേ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കണ്ടെത്തലുകളാണ് ഈ ബുക്കിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഭീഷണി അങ്ങനെ ഇല്ല. ജോലി ശരിക്കും എത്ര രൂപയോളം ശമ്പളമൊക്കെ ഉണ്ടായിരുന്നു ജോലിക്ക്? ഞാൻ ലാസ്റ്റ് എനിക്ക് 80,000 രൂപ ശമ്പളം ഉണ്ടായിരുന്നു. വർഷത്തിലെടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 12 ലക്ഷം രൂപ വാർഷിക വരുമാനമുണ്ട്. ഇപ്പൊ പൂർണ്ണമായും വരുമാനം നിലച്ച അവസ്ഥയാണ്. ഇപ്പൊ പൂർണ്ണമായും വരുമാനം അങ്ങനെ ഇല്ല. ഇപ്പൊ ഞാൻ ചെമ്പ് പാത്രങ്ങളും ബിസിനസ്സുണ്ട്. അതുപോലെ ഹിന്ദുപ്പ്, ഹിമാലയൻ സാൾട്ട്, അതിൻ്റെയൊക്കെ ചെറിയ മറക്കാൻ പറ്റാത്ത ഒരു അമ്പലത്തിലെ പൂജാരി ഉണ്ടായിരുന്നു, തുളസീധരൻ പോയി. അദ്ദേഹം പിന്നെ ഈ യാത്ര കണ്ടിട്ട് 1-2 ദിവസം എൻ്റെ കൂടെ യാത്ര ചെയ്തു. വണ്ടി തള്ളുകയും പറ്റി. എവിടെയായിരുന്നു അത്? എൻ്റെ അടുത്ത് തന്നെ, കൊല്ലത്തിന്. ട്രിവാൻഡ്രമാണോ? അപ്പോൾ അവിടുന്ന്
ശാസ്തമംഗലത്താണ് ആ ഇതുള്ളത്. അദ്ദേഹത്തിന്റെ അമ്പലത്തിലേക്ക് എന്നെ കൊണ്ടുപോയി അമ്പലത്തിനെ പറ്റിയൊക്കെ കാണിച്ചു തന്നു. ഒരു ദിവസം അവിടെ താമസിക്കാനും ഭക്ഷണവും കാര്യങ്ങളൊക്കെ തന്നു. അദ്ദേഹത്തിന്റെ റൂം ഒരു മഠമുണ്ട്, ആ മഠത്തിൽ അദ്ദേഹത്തിന്റെ റൂമാണ് എനിക്ക് തന്നത്. ഇതെനിക്കറിയില്ലായിരുന്നു. ഞാനവിടെ കിടന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അദ്ദേഹം ഒരു ചെറിയ പുൽപ്പായിൽ ആ വരാന്തയിൽ കിടക്കുന്നതാണ് കണ്ടത്. അപ്പോൾ എനിക്കൊരു കാവലായിക്കൊണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്തു. അത് വല്ലാത്തൊരു മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. ഇതുവരെ എത്ര ദിവസമായി യാത്ര തുടങ്ങിയിട്ട്? 20 ദിവസമായി. ഇനി എത്ര ദിവസം കൂടി എടുക്കുമായിരിക്കും? ഏകദേശം ഒരു മാർച്ച് പകുതിയാവും, 2.5 മാസം എടുക്കും. എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? എന്തെങ്കിലും മാറ്റങ്ങൾ ഈ യാത്രയിലൂടെ ഇത് കണ്ടിട്ട് ഒരാളെങ്കിലും തിരുത്തപ്പെടുന്നുണ്ടാവാം ചാൻസ് ഉണ്ട്. കാരണം പല ആളുകൾക്കും ഇപ്പൊ അവനവന്റെ മതം അല്ലാത്ത മറ്റു മതങ്ങളിൽ എന്താണെന്നുള്ളത് അറിയില്ല. അത് അറിയാനുള്ളൊരു ചാൻസാണ്. എല്ലാ മതങ്ങളും എല്ലാവരുടെ വീട്ടിലേക്കും എന്ന രീതിയിലാണ് ഈ